ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ പോളയുടെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ പരീക്ഷണം വിജയിച്ചാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രെഡൊന്നും വെച്ചിട്ടല്ല നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്, മാവ് കോരി ഒഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഈ പോള ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചിക്കൻ 150 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ബൗളിൽ ചെറിയ കുഞ്ഞു പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ പീസാക്കി എടുക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ടുള്ള ചിക്കൻ പൊരിക്കുന്ന പോലെ പൊരിച്ചിട്ട് കൈ വെച്ചിട്ട് പിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണ് നോർമലായിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി കേട്ടോ മഞ്ഞൾപ്പൊടി, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലേറെ കുറച്ചൊന്ന് കൂടുതൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പിന് എത്രയാണോ വേണ്ടത് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂണൊക്കെ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ തന്നെ മതിയാവും. പിന്നെ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം നല്ല ഡ്രൈ ആയിട്ട് പോയിട്ടുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച്, ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുന്നത്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഞാനിതിൽ വെള്ളം ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കനിൽ വെള്ളമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മസാല പുരട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ചിക്കനിൽ ചെറിയൊരു നനവുള്ളതുകൊണ്ടാണ് വെള്ളം ചേർക്കാണ്ട് മസാല പുരട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ കുഞ്ഞു പീസായിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഇത് ആ ഒരു പോളയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇഷ്ടവും ഒക്കെ, ഇങ്ങനെ ചെറിയ പീസായിട്ട് നമുക്കിങ്ങനെ ചിക്കൻ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. ഇനി ഒരു സെയിം പാനിൽ തന്നെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ തക്കാളി ഒന്നും എടുക്കണ്ട കേട്ടോ, ചെറിയ തക്കാളി എടുത്താൽ മതി. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ 1/4 പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതും ഒന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ആഡ് ചെയ്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അതിൻ്റെ സ്മെല്ലൊന്ന് മാറുന്ന വരെ അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. വലിയ പീസായിട്ടല്ല, വലിയ പീസായിട്ട് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. പക്ഷേ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മസാലയിലൊക്കെ അത് ഇങ്ങനെ വഴന്ന് വന്ന് അതിൽ അലിഞ്ഞു പോകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചാണ്, ഇത് അത്യാവശ്യം എരിവ് ഉണ്ടാവും കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിത് നന്നായിട്ട് തന്നെ അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലിട്ടിട്ട് ഇത് കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള മസാല, നമ്മൾ തക്കാളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് നിൽക്കില്ല, കുറച്ചൊക്കെ ഒരു നനവുള്ള രീതിയിലാണ് നമ്മുടെ ഒരു മസാല നമുക്ക് കിട്ടുക. കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു മസാല. പിന്നെ നമ്മൾ ക്യാപ്സിക്കൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ മാറിയ ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ല ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് അതൊന്ന് അതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് മല്ലിയില ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ പിസ്സയുടെ ഇതുണ്ടാക്കില്ലേ, ഡോ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ ഒരു ബാറ്ററാണ് ഞാൻ പരീക്ഷിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഈസ്റ്റ്, അതിൽ കൂടി പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ കൂടിപ്പോയാൽ. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഇളം ചൂടുള്ള 1 കപ്പ് പാല്. ഇളം ചൂടാവാൻ ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടായാൽ ഈസ്റ്റ് ഫെർമെൻ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇളം ചൂടുള്ള പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ടാൽ പൊള്ളാത്ത ഒരു ലൈറ്റ് ചൂട്, അത്രയും മതി. അപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. പാലിലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഫെർമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഫെർമെൻ്റ് ആയിട്ട് വന്നാലേ നമ്മുടെ ഈ ഒരു പോള സക്സസ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈദപ്പത്തിരി പോലെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് ഫെർമെൻ്റ്, അപ്പോൾ നല്ല ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പാലും 1 കപ്പാണ്, മൈദയും 1 കപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ടേസ്റ്റ് വൈസ് ഇങ്ങനെ ആയിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലൊരു തിക്കായിട്ടുള്ള, അപ്പോൾ നമ്മൾ ഇതിൽ ഇനി എക്സ്ട്രാ വെള്ളം ചേർക്കുക ഒന്നും ചെയ്യണില്ല. കറക്റ്റ് 1 കപ്പ് മൈദയാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. പിന്നെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ തന്നെ പോള ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി, നമുക്ക് പോള തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ സോസ് പാൻ ഒന്ന് ആദ്യം ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പോളയും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ അത് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഒരുപാടൊന്നും വേണ്ട, അതിങ്ങനെ അടി പിടിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് വേറൊരു പഴയ പാൻ വെക്കുന്നുണ്ട് കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പഴയ പാൻ ഉണ്ടെങ്കിൽ അത് വെക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ തവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ തീയെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ പകുതി വരെ, നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്, അപ്പോൾ തിക്കായിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പകുതി ഇതിൽ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് പകുതി ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പകുതി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലും നമ്മുടെ ഫില്ലിങ് വരും, പുറത്തേക്കും നമ്മുടെ ഫില്ലിങ് വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫുള്ളായിട്ട് ഫില്ലിങ് വരുന്ന സമയത്ത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബാറ്റർ ആക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലും നമുക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഫില്ലിങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത ശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് തക്കാളി റൗണ്ടിലൊക്കെ കട്ട് ചെയ്തതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില ചെറുത്, അതുപോലെ കുറച്ച് ഒലീവ്സ് ഉണ്ടല്ലോ, അത് റൗണ്ടിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗ്രീനാണ്, അപ്പോൾ വല്ലാണ്ടൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണുമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു പിസ്സയുടെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്, 15 മുതൽ 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് കുക്കായിട്ട് വരുമ്പോൾ കറക്റ്റ് ഒരു പിസ്സയുടെ ഡോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ പിസ്സ ഡോ വെച്ചിട്ട് പിസ്സയുടെ ആ ഒരു ഇത് തയ്യാറാക്കിയിരിക്കില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് പിസ്സ വേണമെങ്കിലും ഇതുപോലെ മാവ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതിലേക്ക് പിസ്സ സോസും അതുപോലെ തന്നെ ചീസും ഒറിഗാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് പിസ്സ തന്നെയായി. ഇത് കണ്ടിട്ട് തന്നെ എൻ്റെ മോളൊക്കെ പിസ്സ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിസ്സയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് പിസ്സ സോസ് ഒറിഗാനോ ഒന്നും ചേർക്കാത്തതുകൊണ്ട്
കറക്റ്റ് പിസ്സ അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നൊന്ന് ഇതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് തന്നെ വേണമെന്നില്ല, ശ്രദ്ധിച്ചിട്ട് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ആ ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് അടിഭാഗം നല്ല കരിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. നമ്മൾ ബ്രെഡൊക്കെ പിസ്സയുടെ ബ്രെഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്, നല്ല സോഫ്റ്റും ഉണ്ട്. എനിക്ക് തോന്നുക പിസ്സ ഡോ വെച്ചിട്ട് തയ്യാറാക്കുന്നതാറ് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേണമെങ്കിൽ പിസ്സ പോള എന്നൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ പേര്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, സോഫ്റ്റ്നെസ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടതിൻ്റെ ഉൾഭാഗമൊക്കെ ഒരു ബ്രെഡ് പോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്